ഇതില് ശ്രുതി വൈസ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. ഗോവിന്ദ ആ ഹാർമണിയൊക്കെ വന്ന സ്ഥലത്ത് രണ്ടുപേരും രണ്ട് റൂട്ടിൽ പോയി. എന്തൊക്കെയോ അവിടെ ഒന്ന് ചേരായിക തോന്നി. ഒന്ന് പാടുവോ രണ്ടുപേരും? ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെയോ? ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. ഒരുമിച്ച് പാടി, ഒന്നിച്ച് പാടി. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. ഗോവിന്ദ് പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചേർന്നാല് അത് കേൾക്കാൻ നല്ല രസമുണ്ടാവും. ഈ ഹാർമണി വരുന്ന സമയത്ത് ഒരുപാട് ഗ്ലൈഡ് എടുത്ത് കൊണ്ടുവന്ന ക്ലാഷ് വരും. അപ്പൊ അത് മാക്സിമം പ്ലെയിൻ ആക്കി പാടാൻ ശ്രമം. ഒന്ന് പാടി ആ സെക്കൻഡ് വൺ. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെ ഓക്കെ. ഗോവിന്ദിന്റെ ഇപ്പൊ ആ രണ്ടാമത്തെ സംഗതി ഉണരു നീ വീണേ ചൊരിയു നീരാഗം. അത് ഒരുമിച്ച് പാടുമ്പോ ആ കോൺസെൻട്രേഷൻ പോകുന്നു. അത് ആ ശ്രുതി കുറച്ചുകൂടെ ചേരാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ കൂടുതലും നിങ്ങളുടെ പെർഫോമൻസ് വൈസ് ആണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. പക്ഷേ ഈ എടുത്ത് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഒന്ന് എന്തോ സംഭവിച്ച പോലെ തോന്നി, ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്പെഷ്യലി ഈ രണ്ടുപേരും ഇങ്ങനെ ഹാർമണിയൊക്കെ പാടുന്ന സമയത്ത് അത് നല്ലോണം ശ്രുതി ചേർന്നില്ലെങ്കിൽ കല്ല് കടിക്കും.